ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു എഗ് മാക്രോണി മസാല റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ എഗ് മാക്രോണി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് തുടങ്ങുകയാണ്. അപ്പോൾ തിളച്ച് തുടങ്ങുന്ന സമയത്ത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മാക്രോണിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ളത് എടുക്കാവുന്നേ ഉള്ളൂ. ഏത് ഷേപ്പിലുള്ളതാണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ മാക്രോണിക്ക് പകരം നമുക്ക് പാസ്ത ഉണ്ടെങ്കിൽ പാസ്ത എടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അളവിൽ ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എപ്പോഴും നല്ല ചൂടായിട്ടുള്ള നല്ല തിളച്ച് തുടങ്ങുന്ന വെള്ളത്തിലേക്ക് ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിക്കോളും. ഈ സമയം തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തേക്കണം. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് തികച്ച് വേണമെന്നില്ല, ഒരു 4-5 മിനിറ്റ് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ മാക്രോണി നല്ല പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇത് നല്ല ഫുള്ളായിട്ടും അങ്ങനെ കുക്കാകാൻ വേണ്ടി പാടില്ല. ഒരു 80% മാത്രമേ നല്ലതുപോലെ വെന്ത് കിട്ടാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാക്രോണി എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ മാത്രം ഒരു 80% മാത്രമേ ഇപ്പോൾ വെന്തിട്ടുള്ളൂ. ഇത്രയും മാത്രം മതിയാവും. ഇനി നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടൊന്ന് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതുപോലെ ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഒരേ ഒരു ടീസ്പൂൺ അളവിൽ ഒരല്പം മാത്രം എണ്ണ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ, സാധാരണ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരല്പം എണ്ണ ചേർക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ മസാലയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ടൈം കൊണ്ട് ഇതിങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ ഇരുന്നോളും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചളവിൽ, ചെറിയൊരു അളവിൽ മാത്രമേ എണ്ണ ഉപയോഗിക്കുമെങ്കിൽ ആ ഒരു ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 ചെറിയ വെളുത്തുള്ളി അല്ലി ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതുകൂടി ചേർക്കാം. വെളുത്തുള്ളി അല്ലി മാത്രം മതിയാവും, ഇഞ്ചിയുടെ ആവശ്യമില്ല. അപ്പോൾ ഈ വെളുത്തുള്ളി അല്ലി ചേർത്തിട്ട് ചെറിയ രീതിയിൽ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. വളരെ ലൈറ്റായിട്ട് ചെറുതായിട്ട് മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത്, ഞാനിപ്പോൾ മീഡിയം സൈസിൽ ഒരു സവാള എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. നീളത്തിൽ അരിഞ്ഞെടുക്കണ്ട, ഇതുപോലെ കുട്ടി കുട്ടി പീസായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ സവാളയൊക്കെ ഒന്ന് വാടിക്കിട്ടണം. ആ ഒരു രീതിയിൽ മാത്രം ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം എല്ലാം മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. കാരണം നമ്മുടെ വെളുത്തുള്ളി അല്ലി പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത്. ഇതുപോലെ നമ്മുടെ സവാളയെല്ലാം ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ സവാളയുടെ ആ ഒരു പച്ചമണം മാറിക്കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ബാക്കി വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിളായിട്ട് നമ്മളിതിലേക്ക് അധികം ഒന്നും ചേർക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ളൊരു ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ 4ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ സ്ലൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. അതുപോലെ തന്നെ ഒരല്പം ബീൻസും കൂടി എടുത്തിട്ടുണ്ട്. ഒരു 5-6 ബീൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതും ചേർക്കുകയാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. വീണ്ടും നമ്മുടെ ക്യാരറ്റിൻ്റെയും ബീൻസിൻ്റെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെയും 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതുപോലെ വളരെ കുറച്ച് സമയം മാത്രം ഞാൻ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ബാക്കി മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഞാനിപ്പോൾ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി, അതും ചേർക്കുകയാണ്.
പിന്നെ നമുക്കിതിലേക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതെടുത്തിട്ടുണ്ട്, അതുകൂടിയാണ്. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള സോസായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന റെസിപ്പിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി. ഇനിയിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ പ്രശ്നമില്ല, ഏത് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കൂടെ തന്നെ നമ്മുടെ ഈ പച്ചക്കറികൾക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. മാക്രോണിയിൽ ഉപ്പുണ്ട്, പക്ഷേ നമ്മൾ ഈ വെജിറ്റബിൾസിന് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ അതും കൂടി ചേർക്കുകയാണ്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ നമ്മുടെ മസാലയുടെ പച്ചമണം മാറണം. ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 30 സെക്കൻഡ് മാത്രം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒരു 30 സെക്കൻഡ് മാത്രം നന്നായിട്ട് നമ്മൾ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഒരു 1/4 കപ്പിൽ നിന്ന് ഒരല്പം കൂടി അളവിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇതുപോലെ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പ് അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സോയാ സോസ് ചേർക്കുന്നില്ല. ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് ഇതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതുപോലെ ഒരു 3 മുട്ടയുടെ വെള്ള മാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ മഞ്ഞ എടുത്തിട്ടില്ല. മുട്ടയുടെ മഞ്ഞ ചേർക്കണം എന്നുള്ളത് ചേർക്കാം, പക്ഷേ അത് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്ത് ചേർക്കരുത്. അതങ്ങനെയൊന്ന് ചേർത്തേക്കണം. അപ്പോൾ ആ 3 മുട്ടയുടെ വെള്ള കൂടി ചേർക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാക്രോണി കൂടിയാണ്. അപ്പോൾ മാക്രോണി ഇതിലേക്ക് ചേർക്കുന്നതിന് മുമ്പായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാനായിട്ട് കൈ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നമ്മുടെ മാക്രോണിയും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ വീണ് കിട്ടിക്കോളും. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ഇതെല്ലാം മസാലയും നമ്മുടെ മാക്രോണിയിൽ നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് വരുന്നത് പോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കാര്യം കൂടി ചേർക്കാനായിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കുറച്ച് മല്ലിയിലയും കൂടിയാണ്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ചൂടോടെ കൂടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു എഗ് മാക്രോണി റെസിപ്പിയാണ്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.